1979 ഓഗസ്റ്റ് മാസം 10-ാം തീയതി ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് ലോഞ്ചിങ് പാഡിൽ നിന്നും രോഹിണി എന്ന സാറ്റലൈറ്റിനെയും വഹിച്ചുകൊണ്ട് SLV-3 എന്ന പേടകം കുതിച്ചുയരാൻ തയ്യാറായി കഴിഞ്ഞു. 10 വർഷത്തെ 10,000-കണക്കിന് ആളുകളുടെ പ്രയത്നത്തിന്റെ ഫലം കാണാൻ പോവുകയാണ്. ശ്രീ അബ്ദുൽ കലാം അതിന്റെ പ്രൊജക്ട് കോർഡിനേറ്ററാണ്. ശ്രീഹരിക്കോട്ടയിലെ ലോഞ്ചിങ് പാഡിൽ നിന്നും സാറ്റലൈറ്റ് ഉയരുന്നതിന് കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ പെട്ടെന്ന് കമ്പ്യൂട്ടർ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ പേടകം എന്തോ ചില സാങ്കേതിക തകരാറുകൾ മൂലം ഉയർത്താൻ കഴിയുന്നതല്ല. എങ്കിലും അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിലുള്ള ആ ടീം അവരതിനെ മുകളിലേക്ക് വിടുന്നതിന് തന്നെ തീരുമാനിച്ചു. ആ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ 4 സ്റ്റേജുകളിൽ 2ാമത്തെ സ്റ്റേജിൽ ആ യാത്ര പരാജയപ്പെട്ട് ബേ ഓഫ് ബംഗാളിലേക്ക് ആ സാറ്റലൈറ്റ് തകർന്നു വീഴുവാനിടയായി. ആ ദൗത്യം പരാജയപ്പെട്ടു പോയി. അബ്ദുൽ കലാമിന്റെ ജീവിതത്തിൽ പരാജയം തിരിച്ചറിഞ്ഞ ആദ്യത്തെ ഒരു ദിവസം, അദ്ദേഹം അങ്ങനെയാണ് അതിനെ പറയുന്നത്, എന്റെ ജീവിതത്തിൽ ഞാൻ പരാജയപ്പെട്ട ആദ്യ ദിവസം. വലിയൊരു പരാജയം താൻ നേരിടുകയാണ്. അനേക വിജയങ്ങൾ തനിക്ക് ലഭിച്ചിട്ടുണ്ട്. വിജയത്തെ എങ്ങനെ നേരിടണമെന്ന് നന്നായി അറിയാവുന്ന അബ്ദുൽ കലാമിന് പരാജയത്തെ എങ്ങനെ നേരിടണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. കമ്പ്യൂട്ടറിന്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ച് റോക്കറ്റിനെ വിക്ഷേപിക്കുവാൻ തീരുമാനിച്ച അവരുടെ തീരുമാനം പരാജയമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതിന്റെ മുഖ്യ കാരണക്കാരിൽ ഒരാള് ശ്രീ അബ്ദുൽ കലാം തന്നെയാണ്. പക്ഷേ അന്നത്തെ ISROയുടെ ചെയർമാനായിരുന്ന സതീഷ് ധാവൻ അദ്ദേഹം ഒരു പത്രസമ്മേളനം ഇങ്ങനെ വിളിച്ചുകൂട്ടി. എല്ലാവരും ഈ ഒരു പരാജയത്തെ വിമർശനത്തോടുകൂടെ കാണുകയാണ്. ആ സമയത്താണ് അവർ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടുന്നത്. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ISROയുടെ ചെയർമാൻ ഇങ്ങനെ പറയുകയാണ്, ഈ പരാജയത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുന്നു. ഇന്ന് ഞങ്ങൾ പരാജയപ്പെട്ട ദിവസമാണ്. പക്ഷേ ഞങ്ങളുടെ സാങ്കേതിക വിദ്യയിലും എന്റെ കൂടെയുള്ള ടീമിലും എല്ലാ സഹപ്രവർത്തകരിലും എനിക്ക് വലിയ വിശ്വാസമുണ്ട്. തീർച്ചയായും അടുത്ത വർഷം അവർ ഈ സാറ്റലൈറ്റിനെ ഭ്രമണപഥത്തിൽ എത്തിക്കുവാനിടയായിത്തീരും. വളരെ പ്രോത്സാഹനത്തിന്റെ വാക്കുകൾ, വിശ്വാസത്തിന്റെ വാക്കുകൾ അവരിലേക്ക് സമ്മാനിക്കുവാനിടയായി. അടുത്ത വർഷം 1980 ജൂലൈ 18-ന് രോഹിണി RS-1 എന്ന സാറ്റലൈറ്റിനെ വളരെ വിജയകരമായി അവർക്ക് ഭ്രമണപഥത്തിൽ എത്തിക്കുവാനായി കഴിഞ്ഞു. ആ വിജയത്തിന് ശേഷം സതീഷ് ധാവൻ ഇങ്ങനെ പറഞ്ഞു, അബ്ദുൽ കലാം, താങ്കൾ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടണം, ആളുകളോട് പറയണം നമ്മുടെ വിജയത്തെക്കുറിച്ച്. ആ വിജയത്തെക്കുറിച്ച് പത്രസമ്മേളനം വിളിച്ചു കൂട്ടി അബ്ദുൽ കലാം വിവരിക്കുകയാണ്. അതിനുശേഷം താൻ ഇങ്ങനെ പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ഒരു പരാജയ ഘട്ടത്തിൽ എന്നോടൊപ്പം നിന്ന ISROയുടെ ചെയർമാൻ, അപ്പോൾ തന്നെ എൻ്റെ ഒരു വിജയം വന്നപ്പോൾ ആ വിജയത്തിന്റെ പങ്ക് താൻ ഏറ്റെടുക്കാതെ അത് എന്നെ മുമ്പിൽ നിർത്തി അതിന്റെ വിജയത്തിന്റെ സർവ്വ പങ്കും എനിക്ക് അദ്ദേഹം തരുവാനിടയായിത്തീർന്നു. ഒരു പരാജയത്തിൽ എങ്ങനെ ആളുകളെ സഹായിക്കണം, അവരുടെ വിജയത്തിൽ നാം എങ്ങനെ അവരോടുകൂടെ സഹകരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഏറ്റവും ഉദാത്തമായ ഒരു അനുഭവമാണ് അബ്ദുൽ കലാം വിവരിപ്പാനിടയായത്. ഈ അനുഭവം നമുക്ക് തരുന്നൊരു പാഠമുണ്ട്. പരാജയത്തിൽ പതറിപ്പോകാതിരിക്കുക. അത് മാത്രമല്ല, നാം ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബം, നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹങ്ങൾ, നമ്മുടെ പല മേഖലകളുണ്ട്. അവിടെയൊക്കെ നാം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുകയാണ്. ഒരാളുടെ പരാജയത്തിൽ അവരെ ചവിട്ടിത്താഴ്ത്തുകയല്ല ചെയ്യേണ്ടത്. അവർ ഒരിക്കലും മുകളിലേക്ക് കയറി വരാതിരിക്കുന്ന നിലവാരത്തിൽ ആ പരാജയത്തെ ഉപയോഗിക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് ആ പരാജയത്തിൽ നിന്ന് അവർക്ക് എഴുന്നേൽക്കാൻ കഴിയുന്ന നിലവാരത്തിൽ അവരെ സഹായിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ആ പരാജയങ്ങളെ എങ്ങനെ വിജയമാക്കാൻ കഴിയുമെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. അതിൽ നമ്മളും ഒരു ഭാഗവാക്കായി തീരുക. അങ്ങനെ അവർ വിജയം വരിക്കുമ്പോൾ ആ വിജയത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും നമ്മൾ ഏറ്റെടുക്കാതെ അവരെ അതിന്റെ മുമ്പിൽ നിർത്താൻ കഴിയുന്ന തരത്തിൽ നല്ല മനോഭാവം സമൂഹത്തിൽ നമുക്കുണ്ടായാൽ സമൂഹം എത്ര നന്നായി പോയേനെ. നമുക്കതുകൊണ്ട് ഈ ഒരു നല്ല മനോഭാവം നമുക്കുണ്ടാകുവാൻ കഴിയട്ടെ. അന്യോന്യം പൊറുക്കാനും സ്നേഹിക്കാനും ക്ഷമിക്കാനും മറ്റൊരാളെ നമ്മളെക്കാൾ ശ്രേഷ്ഠരായി എണ്ണാൻ കഴിയുന്ന നല്ല മനോഭാവം നമുക്കേവർക്കും ഉണ്ടാകട്ടെ. അബ്ദുൽ കലാമിന്റെ ജീവിതത്തിന്റെ അനുഭവം പോലെ, അദ്ദേഹം പറഞ്ഞതുപോലെ നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ നമ്മുടെ മനോഭാവത്തിന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. God bless you all.